മെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തത് എന്താ? അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ CPM-ന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27-ാം തീയതിയാണ്. പരാതി പോലീസിൽ നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. 13 ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത്? 13 ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത്? ഒരു MLA-ക്കെതിരെ ഈ പരാതി കിട്ടിയപ്പോ അപ്പൊ തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഞാൻ അതിനകത്ത് തെറ്റു പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLA-യെ കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പക്ഷെ മുൻ ഇടതുപക്ഷ MLA-ക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അപ്പൊ എന്ത് ഇരട്ട നീതിയാണ് പൂഴ്ത്തിവെച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ സ്ത്രീലമ്പടന്മാരാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ പറയണം, ഞാൻ അവരുടെ പേരൊന്നും എണ്ണി നോക്കണം. അദ്ദേഹം MLA-മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിന്നെ മന്ത്രിസഭയിൽ, പിന്നെ MLA-മാരുടെ ഇടതുപക്ഷ MLA-മാരുടെ കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തും. കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങളത് ഭംഗിയായിട്ടാണ് അത് ചെയ്തത്. ഇതാണ് ഞങ്ങൾക്ക് പറയാൻ. പിന്നെ ജയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ജയിൽ സമരവുമായി ബന്ധപ്പെട്ട് VM സുധീറിനെതിരായും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായും അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. 2017 ഒരു വലിയ സമരം നടന്നു. ആ സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തി. അതായത് 20 മീറ്റർ സ്ഥലം ജയിൽ പൈപ്പിന് വേണ്ടി എടുത്തപ്പോഴാണ്. എന്നിട്ട് അവിടെ വ്യവസായ മന്ത്രി പോയി നവംബർ 6-ാം തീയതി 2017 ചർച്ച ചെയ്തു. പോലീസിനെ മന്ത്രി താക്കീത് ചെയ്തു. അന്നത്തെ വ്യവസായ മന്ത്രി AC മൊയ്ലി. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഇവരുടെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു. അതായത് പുതുക്കിയ ന്യായവിലയുടെ 10 ഇരട്ടിയാക്കി കൊടുത്തു. ഇവരുടെ ഈ കോമ്പൻസേഷൻ 116 കോടി രൂപ അധിക വർധനവ് നൽകി. 2012 മുതൽ മുൻകാല പ്രാബല്യം അത് കൊടുത്തു. വീടിനടുത്ത് 20 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആക്കി. ഭാവിയിൽ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അലൈൻമെന്റ് മാറ്റും എന്ന് തീരുമാനിച്ചു. 10 സെന്റ് താഴെ ഭൂമിയുള്ളവർക്ക് 5 ലക്ഷം ആശ്വാസധനം നൽകും. വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും. ഭൂമി നഷ്ടപരിഹാരത്തിന് പുറമെ സെന്റിന് 3769 രൂപ. ഇത്രയും മാറ്റം ഉണ്ടാക്കി. നേരത്തെ 5 ഇരട്ടിയായിരുന്നു ഫെയർ വാല്യൂടെ കൊടുത്തത്. അത് 10 ഇരട്ടിയാക്കി. മനസ്സിലായി? അപ്പൊ സമരത്തിനെ പുച്ഛിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അവര് സമരം ചെയ്തതിനെ തുടർന്ന് വ്യവസായ മന്ത്രി പിന്നെ മുഖ്യമന്ത്രി യോഗം ചേർന്ന് ഇത്രയും മാറ്റം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആ സമരത്തെ പുച്ഛിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജയിലിന്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞ ആൾ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ഇതാലോചിച്ച് ഉറപ്പായിട്ട് നടക്കുകയും ചെയ്ത് ആ പരാതി ഫോർവേഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടായി. എന്തിനാണ് മുഖ്യമന്ത്രി അത്രയും ദിവസം കയ്യിൽ വെച്ചത്? കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പോലീസിൽ കൊടുത്തപ്പോ പോലീസ് എന്തുകൊണ്ടാണ് അത്രയും ദിവസം വൈകിയത് നടപടി എടുക്കാൻ? മൊത്തം 13 ദിവസം വൈകി. ആദ്യത്തെ MLA-ക്കെതിരായിട്ട് കേസ് വന്നപ്പോ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികന്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂഴ്ത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി. മറ്റത് അന്ന് തന്നെ ഞങ്ങൾക്ക് അതിന് പരാതിയില്ല. അന്ന് തന്നെ ഫോർവേഡ് ചെയ്താലും പരാതിയില്ല. അന്ന് തന്നെ FIR ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ രണ്ടാമത്തെ കേസ്, സ്വന്തക്കാരുടെ കേസ് വരുമ്പോ അന്ന് തന്നെ അയക്കില്ല. മനസ്സിലായി? അന്ന് തന്നെ പോലീസ് FIR എടുക്കൂല. 13 ദിവസം കഴിഞ്ഞു. ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം തുറന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരിധി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അല്ല, KPCC പ്രസിഡന്റ് അങ്ങനെയല്ല.
KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ട് ഒരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ. ഇപ്പോ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനാണ്. അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. നമുക്ക് ഒരു പരാതി, ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എന്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എന്റെ വക്കീലിനെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോൾ ഒരു അഭിഭാഷകന്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ അതിലെന്താ തെറ്റ്? ഒരു തെറ്റില്ല. ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അല്ല, അത് കറക്റ്റ് ചെയ്യിപ്പിച്ചല്ലോ. അത് പറഞ്ഞു, അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചല്ലോ. അല്ല, അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറവൂരിൽ വെച്ച് അന്ന് ഇലക്ഷന് വോട്ടിംഗ് ചേർന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. കാരണം അത് അപ്പീൽ പോകേണ്ട കേസാണ്. കാരണം പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടാണ്. പകുതി പേരെ കൺവിക്ട് ചെയ്തു, പകുതി പരാജയപ്പെട്ടു. അപ്പൊ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും. പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ് അത്. ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അതിൽ സ്വാഭാവികമായ നടപടിയാണ്. അത് പോകരുത് വരാൻ പാടില്ല. അത് UDFന്റെയും കോൺഗ്രസിന്റെ നിലപാട് കൂടി ചേർന്നാണല്ലോ UDFന്റെ നിലപാട്. KPCC പ്രസിഡന്റ് ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDFിനില്ല, കോൺഗ്രസിനില്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് അതെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതുപക്ഷവും CPM-ഉം. 1977 മുതൽ ഈ ഗോവിന്ദൻ ഈ പ്രാവശ്യം ജയിച്ചു ചോദിച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യവും ME ഗോവിന്ദൻ നിയമസഭയിലേക്ക് വന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ഇപ്പൊ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാം തെറ്റ്. 42 വർഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിലും രാഹുൽ മങ്കുടത്തിനെതിരായ പരാതിയിലും ഒക്കെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട നേതാവാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണെന്നുമൊക്കെ VD സതീശൻ പറയുന്നുണ്ട്.